ഹലോ വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: ഞാനിവിടെ 5 കോഴിമുട്ട എടുത്തിട്ടുണ്ട്, 1 കപ്പ് മൈദ, 3/4 കപ്പ് പൊടിച്ച പഞ്ചസാര, 1/2 കപ്പ് കൊക്കോ പൗഡർ, 1/4 കപ്പ് ഓയിൽ, 1/4 കപ്പ് പാല്, 1 ടേബിൾ സ്പൂൺ കോഫി പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസ്. ഫസ്റ്റ് നമുക്ക് ഫ്ലോറൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു അരിപ്പയിലേക്ക് ഫ്ലോറും കൊക്കോ പൗഡറും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഇട്ട് അരിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ ഒരു ടിന്ന് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മുട്ടയുടെ മഞ്ഞയും വെള്ളയും 2 ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആദ്യം ഞാൻ വെള്ളയാണ് ബീറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ബീറ്റ് ചെയ്യാം. ഇനി ഇതൊന്ന് പതഞ്ഞ് വരുമ്പോൾ പഞ്ചസാര പൊടിച്ചത് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച മുട്ടയുടെ മഞ്ഞ കൂടി ചേർത്ത് നന്നായി ബീറ്റ് ചെയ്യാം. ഇപ്പോൾ എഗ്ഗ് നന്നായി ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി 1/4 കപ്പ് പാലിലേക്ക് 1/4 കപ്പ് ഓയിലും 1 ടീസ്പൂൺ കോഫി പൗഡറും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ബീറ്റ് ചെയ്ത മുട്ടയുടെ മിക്സിലേക്ക് ഫ്ലോറും പാലിൻ്റെ മിക്സും കുറേശ്ശെയായിട്ട് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ടിന്നിലേക്ക് മാറ്റാം. എന്നിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുത്ത് ബേക്ക് ചെയ്യാം. ഞാൻ ഓവനിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തത്. 160 ഡിഗ്രിയിൽ ഒരു 45 മിനിറ്റ്സ് കൊണ്ട് ബേക്കായി കിട്ടി. കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. കേക്ക് ഞാൻ 3 ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട ക്രീം തയ്യാറാക്കാം. ഞാനിവിടെ 1.5 കപ്പ് ക്രീമാണ് എടുത്തത്. ഇനി ഇത് നന്നായി ബീറ്റ് ചെയ്യാം. ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് വിറ്റിയാള ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി 1/2 കപ്പ് വെള്ളവും 1/2 കപ്പ് പഞ്ചസാരയും അതിലേക്ക് 1/4 കപ്പ് ചെറീസ് ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും 1/4 കപ്പ് ഡാർക്ക് ചോക്ലേറ്റും 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എപ്പോഴും ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുമ്പോൾ സ്റ്റൗവിൽ നേരിട്ട് വെക്കാതെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് വേണം മെൽറ്റ് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ കട്ട പിടിക്കും. ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് മെൽറ്റായി വന്നിട്ടുണ്ട്. ചോക്ലേറ്റ് ഗനാഷ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഷുഗർ സിറപ്പ് ഞാനിവിടെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യാം. അതിനുവേണ്ടി ഞാൻ ബേസിൽ കുറച്ച് ക്രീം തേച്ച് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഷുഗർ സിറപ്പിൽ ചെറീസൊന്നും എടുത്ത് ഒഴിവാക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ട് കൊടുക്കാം. അത് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ക്രീം അപ്ലൈ ചെയ്യാം. ഇനി ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കാം.
ഞാൻ രണ്ടാമത്തെ ലെയറും വെച്ച് കൊടുത്ത് ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഗനാശ ഒഴിച്ചു കൊടുത്ത് മൂന്നാമത്തെ ലെയറും വെച്ച് നമുക്ക് ഫുൾ ക്രീം അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഞാൻ മൂന്നാമത്തെ ലെയറും വെച്ച് ഫുൾ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു സ്ക്രാപ്പർ വെച്ച് സൈഡിൽ ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത്ര പെർഫെക്റ്റ് ആയിട്ടില്ലെങ്കിലും ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഞാനിതിൻ്റെ മുകളിൽ സൈഡിലേക്കായിട്ട് ബൗൾ വെച്ച് ഒന്ന് മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി കേക്കിൻ്റെ സൈഡിലൂടെ നമ്മുടെ ചോക്ലേറ്റ് ഗനാശെ കുറേശ്ശെ ആയിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ മാർക്ക് ചെയ്തതിൻ്റെ ഉള്ളിൽ ഞാൻ ചെറിയൊരു ഡിസൈൻ കൊടുക്കുന്നുണ്ട്. ഒരു താഴെയും ഒരു ബോർഡർ കൊടുക്കാം. ഇനി ഞാൻ മുകളിലുള്ള ഡിസൈനിന് ചുറ്റും കുറച്ച് ഗ്രേറ്റ് ചെയ്ത ചോക്ലേറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി സെൻറ്ററിൽ കുറച്ച് ചോക്ലേറ്റ് ഗനാശ ഒഴിച്ചിട്ട് ചെറി വെച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ പുറത്ത് ചെയ്ത് കൊടുത്ത എൻ്റെ ഫസ്റ്റ് കേക്കാണ്. എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.